മുടി ചില ഭാഗങ്ങളിൽ മാത്രം എടുക്കുക, അങ്ങനെ എടുക്കുന്ന ക്രോപ്പ് ചെയ്യുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഅ. അള്ളാഹുവിൻ്റെ റസൂൽ ഖസഅ വിരോധിച്ചു. എന്താ ഖസഅ എന്ന് പറഞ്ഞാൽ? എന്താ ഖസഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ചെത്തുക, മറ്റേ ഭാഗം വിടുക, ഒരു ഭാഗത്തു നിന്ന് മാത്രം, അതായത് വളരെ പറ്റിച്ചെടുക്കുക, ബാക്കിയുള്ള ഭാഗം വിടുക. അങ്ങനെ നമുക്ക് മുടി വെട്ടിക്കാൻ പാടില്ല. സാധാരണ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ വെട്ടിക്കുന്ന അങ്ങനെയുള്ള ഒരു ഭാഗം പ്രത്യേകമായി വളരെ ഇങ്ങനെ വടിച്ചമാതിരി, എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മുടി വിടുക എന്നുള്ള രൂപത്തിൽ അങ്ങനെ മുടി വെട്ടിക്കുന്നത്, അല്ലെങ്കിൽ മുടിൻ്റെ പ്രത്യേക ഭാഗത്ത് ഇപ്പോൾ ഓരോ കട്ട്, ഇവിടെ ഒരു വര അവിടെ ഒരു വര, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. മാത്രമല്ല അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെയുള്ള പ്രവണതകൾ അതിന് നമ്മൾ അത്തരത്തിലുള്ള എന്താ പറയുക, ഈ രൂപം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരാൾ നടക്കുന്ന വസ്ത്രം, രൂപം, ഇതൊക്കെ സ്വഭാവത്തിനും സ്വാധീനിക്കും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇപ്പോൾ പിരികത്തിന് ഇവിടെ ഒരു കട്ട്, എന്താ പിരികത്തിനോടൊരു കട്ട്, അത് അങ്ങനെയുള്ള കുറച്ചൊരു എന്താ പറയുക, ഒരു അത്തരം ചിന്താഗതികൾ, കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അത് കുട്ടികൾ അനുകരിക്കുന്നൊക്കെ രൂപം അത് ഒഴിവാക്കാം, നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഖസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഒരു ഭാഗം മാത്രം എടുക്കുക, മറ്റേ ഭാഗം വിടുക, അല്ലെങ്കിൽ ചുറ്റുന്നും എടുക്കുക, മുകളിൽ മാത്രം വിടുക, അങ്ങനെയൊക്കെ വിടുന്നത്. പണ്ട് കാലത്തൊക്കെ അത് ചില പ്രത്യേക ആൾക്കാരുടെ ഒക്കെ ഒരു രീതിയായിരുന്നു. പക്ഷെ ഇന്നിപ്പം കുറേ ആൾക്കാർ അതൊക്കെ ഒരു സ്റ്റൈലാക്കി എടുക്കുക. പക്ഷെ അത് പാടില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ചോദ്യം, അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുട്ടികൾ പ്രത്യേകിച്ചും. അങ്ങനെ നമുക്ക് മുടി വെട്ടിക്കാൻ പാടില്ല. വല്ലാഹു ആലം.